ഈ ചെയർമാനായതിന് ശേഷം അതൊരു പെട്ടെന്നുള്ള ഒരു സംഗതിയായിരുന്നു, അല്ലെങ്കിൽ ആദ്യം ഒരിക്കലും ജോയിൻ അല്ല. ചെയ്തപ്പോൾ? ചെയർമാനാകുന്നതൊന്നും പെട്ടെന്നുള്ള സംഭവിക്കുന്നതല്ല. ചെയർമാനാകുന്നതിന് ഒരു പ്രിപ്പറേഷനുണ്ട്. അത് ഇൻറ്റേർണലി നടക്കുന്നൊരു പ്രോസസ്സാണ് ISROയുടെ. ഇപ്പോൾ ഒരു ചെയർമാനാകാൻ പറ്റുന്ന അനേകം ആളുകൾ ഒരേ സമയം ഓർഗനൈസേഷനിലുണ്ടാവും. അവരെല്ലാം അതിനുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റുകളാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ മെൻറ്റർ ചെയ്യും. അവരെ പൊസിഷനുകൾ കൊടുക്കും, അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കും, അവർക്ക് അസൈൻമെൻറ്റുകൾ കൊടുക്കും. അപ്പോൾ അതിൽ ആരാണോ മുന്നോട്ട് വരുന്നത് അവരെയാണ് ചെയർമാനാക്കുന്നത്. അപ്പോൾ അല്ലാതെ ഒരു ദിവസം ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യല്ല. അപ്പോൾ അതിനുള്ള പല പല കാൻഡിഡേറ്റുകൾ പല ലെയറുകളിലുണ്ട്. അപ്പോൾ അവർക്ക് അതനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഉത്തരവാദിത്തമുള്ള ലീഡർഷിപ്പിൻ്റെ ചുമതല. അങ്ങനെ എനിക്കറിയാമായിരുന്നു ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ആകാൻ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റ് ആണെന്ന് എനിക്കറിയാം. ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളിൽ നിന്നല്ല, എനിക്ക് എൻ്റെ മെൻറ്റേഴ്സിന് എൻ്റെ സീനിയേഴ്സിന് എന്നെ ഉള്ള അപ്രോച്ചുകളും അവരെന്നെ പ്രിപ്പയർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഉത്തരവാദിത്വമാണ് അടുത്ത ആളെ കൊണ്ടുവരിക, അല്ലാതെ സർപ്രൈസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിലൂടെ തന്നെ ഞാനും പ്രിപ്പയർഡ് ആവും. ഞാനും പല മേഖലകൾ പഠിക്കണമെന്നും അറിയണമെന്നും അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു മേഖലകൾ പഠിക്കണം. സയൻസ് ടെക്നോളജി മാത്രമല്ല, മനുഷ്യനെ ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ ഫിനാൻസ്, പ്രൊക്യൂർമെൻറ്റ്, മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, പബ്ലിക് സ്പീക്കിംഗ്, ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സ്വയം വീക്ക്നെസ് ഉള്ളതിനെ കണ്ടെത്തി സോൾവ് ചെയ്യണം. അങ്ങനെയാണല്ലോ ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നേരം വെളുക്കുമ്പോഴേ ലീഡറാകുകയല്ലല്ലോ ആരും. അതിന് തയ്യാറെടുപ്പ് എന്നുള്ള അതിനൊരു പ്രോസസ്സുണ്ട്. ആ തയ്യാറെടുപ്പിലൂടെ കടന്നു വരുമ്പോഴേ താങ്കൾക്ക് ഏതൊരു സ്ഥാപനത്തിൻ്റെയും എത്താൻ പറ്റുള്ളൂ.